എന്റെ അല്ല, ഞാൻ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ആദ്യം ഞാൻ ചിരിക്കും, എന്നിട്ട് ഒരു ജോക്ക് പറയും, എന്നിട്ട് എപ്പൊ നിങ്ങളൊക്കെ ചിരിക്കും, ആ ചിരിയിൽ ഞാൻ എൻജോയ് ചെയ്യും. എന്നോട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. കരയിപ്പിക്കൽ രക്ഷേട്ടെന്നാ പറയുന്നത്. ഇങ്ങനെ നല്ല മിനിഞ്ഞാന്ന് പറഞ്ഞ അത്രയൊക്കെ ലൈറ്റായിട്ട് കാണാൻ പോയാൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും അധികമൊന്നും ആലോചിക്കണ്ട. പുകവലി പാടില്ല, ചൂടുവെള്ളത്തിൽ കുടിക്കാൻ പാടില്ല, ഇതൊന്നും ഞാൻ പറയുന്നില്ല. പോയി വളരെ സമാധാനമായ ഒരു മനസ്സോടുകൂടി സിനിമ കണ്ട, കഴിയുന്നതും ആദ്യത്തെ 1-2 സിനി ചിരി വരുന്നില്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. ഒന്ന് കണ്ടിരുന്ന ഒരു കടലിന്റെ ഷോട്ടൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ദിശേട്ടാ. ഹായ് രാജേഷ്. വെൽക്കം ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. ഇത് മോർ ദാൻ ആൻ ആക്ടർ, ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് എന്നതാൻ കേസ് കൂടുതൽ ദിശേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചന്റെ റോള് വരെ ഏകദേശം രാജേഷിന്റെ ഒരു അല്ലേ ഇപ്പോൾ ആക്ടിങ്ങും രാജേഷിന്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ടാണ് ചാക്കോച്ചൻ തന്നെ പറഞ്ഞു കൊടുത്തതെന്ന്. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ റോളും അല്ലേ ഇ കെ നയനാർ അതുപോലത്തെ ഒരു എഫക്റ്റാ വേണ്ടേ എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിലത്തെ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഇതിനു മുമ്പ് രതീഷേട്ടനോട് വർക്ക് ചെയ്തപ്പോൾ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാ പറയാറ് ആ ക്യാരക്ടർ രാജേഷിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ? സാധാരണ ബാ ഇത് എന്നാണ് പറയാ, മിനിമൽ ആയിട്ടാണ്. മറ്റേതിന്റെ എന്ന് പറയും, മറ്റേത് വേണേ രാഷാന്ന് പറയും. മനസ്സിലായിട്ടായിരിക്കും തോന്നുന്നു. മറ്റേത് കൊണ്ടുവരണം, എത്തിയിട്ടുണ്ടോ അവസാനം, അത്ര വേണ്ട ആയിക്കോളൂ, ശരിയായിക്കോളൂ. പക്ഷെ അല്ലാത്ത ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴോ, അല്ലാതെ ക്യാരക്ടേഴ്സിന് ഇപ്പൊ എനിക്ക് പിന്നെ രതീഷേട്ടന് വേണ്ടിയിട്ട് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ രതീഷേട്ടൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വായിച്ച് നമുക്ക് ചിരിക്കും. പിന്നെ എന്നിട്ട് ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾ പിന്നെ രതീഷേട്ടൻ എഴുതി വെച്ചതിലുണ്ടാവും. നമുക്ക് നമ്മുടെ ഭാഷയിലൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട്. അപ്പം നമ്മളൊരു പിന്നെ ഒരു 5 ആൾക്കാരുടെ ഓപ്ഷനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് കാണിക്കുമ്പോൾ ഇപ്പോൾ രതീഷേട്ടൻ ആദ്യം ഇത് വേണ്ട ഇതല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് അതിലേക്ക് ക്യാരക്ടറിലേക്ക് എത്തുകയാണ് ഉണ്ടാവുക. അതേപോലെ എന്താ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ തരുന്നതിനേക്കാളും ആ പ്രോസസ്സിൽ അത് മനസ്സിലാവും. അതാണ് രൂപം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസുള്ളവരെ തപ്പിയെടുക്കാന്നുള്ളതാണ് ബേസിക്കലായിട്ടുള്ള അതേ ഉള്ളൊരു ഇൻസ്ട്രക്ഷൻ. അത് തുടക്കം തൊട്ടേ ഉണ്ടോ? അത് മനസ്സിലായ തുടക്കം തൊട്ട് രതീഷേട്ടൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായതാണോ അല്ലെങ്കിൽ പതുക്കെ മനസ്സിലായതാണോ? അല്ല, തുടക്കം തൊട്ടേ രാഷാണല്ലോ കാസ്റ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് പടത്തിലും രാഷ് കാസ്റ്റ് ചെയ്തിരുന്നു, പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ ആക്ടേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ ഒരു ടൈപ്പും ഒരു പരിപാടിയൊക്കെ നമുക്ക് മനസ്സിലാവും. അതെ, ബുദ്ധിമുട്ടായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങനെ കാസ്റ്റ് ചെയ്തതിൽ എനിക്ക് കനകാമിനി കലഹവും എന്നതാൻ കേസ് കൂടാണ് ഞാൻ ആ ടൈറ്റിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ. അതിൽ എനിക്ക് ഷുക്കൂർ വക്കീലൊക്കെ ആയിരിക്കാം എനിക്ക് അയാളെ എത്താൻ കുറച്ച് താമസിച്ചത്, അയാളിലേക്ക് എത്താൻ കുറച്ച് താമസിച്ചത്. നമ്മൾ കുറച്ച് മജിസ്ട്രേറ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഏത് ക്യാരക്ടറാണെന്ന് ഉറപ്പല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അതിനകത്ത് ഇന്നായിരുന്നു. ഈ സിനിമയിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആ എന്നതാൻ കേസോട് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഒരു കപ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലിക്കായെന്ന് അല്ലേ. ഷൂട്ട് ചെയ്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഇത് തിയേറ്ററിൽ വരുമ്പോഴും ഈസി 100% വർക്ക് ആയിരിക്കുന്നു. എപ്പോഴാണ് അതിൻ്റെ ഒരു ആ സമയത്ത് എന്നതാൻ കേസ് കൂടെ ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബാക്ക് സ്റ്റോറി അതൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സ്പിൻ ഓഫ് എന്ന് പറയുമ്പോൾ ഫുൾ ഒറിജിനൽ ആയിട്ട് ഒന്നും കൂടെ ആലോചിക്കേണ്ട ഒരവസ്ഥയുണ്ടോ? എന്നതാൻ കേസ് വീടിന്റെ സുരേഷനും സുമലതയ്ക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു പറഞ്ഞാൽ അതിനകത്ത് അവരുടെ പ്രേമം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചെറിയൊരു റിയൽ ഇൻസിഡന്റ് പോലുള്ള തന്നെയാണ്. എവിടെയാണ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. എന്റെ അല്ല, ഞാൻ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ. ഓട്ടോ ഡ്രൈവറുടെ തന്നെ കഥ പറയുന്നത്. അപ്പൊ അതൊരു എന്താണ് പറയുന്നത്, സംഭവിച്ച കഥയാണ്. അപ്പൊ അവരുടെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ വലുതാ. അതിന് എന്നത്തെ കേസുകളിൽ അവരുടെ
ബാക്ക് സ്റ്റോറിയുടെ ഒരു അതിനൊന്നും ഒരു ഒട്ടും പ്രസക്തി ഇല്ലായിരുന്നു. അവരുടെ ഒരു ആ ക്യാരക്ടേഴ്സ് മാത്രമേ അതിനകത്ത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവരുടെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അതിനകത്ത് അവരുടെ അംഗൻവാടി ടീച്ചറാണ്, ഇയാളൊരു ഓട്ടോ ഡ്രൈവറാണെന്ന് മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ. ഓട്ടോ പോലും ഓടിക്കുന്നത് ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഹൃദയഹാരിയായ പ്രണയകഥയിൽ ഇവര് എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെ പ്രണയിച്ചു കഴിയുമ്പം എന്തൊക്കെ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയില്ല. രണ്ടുപേര് പ്രേമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് ശുഭപര്യാവസ്ഥയായി അവസാനിക്കുന്നുമുണ്ട്. അപ്പോൾ ബേസിക്കലി എന്നാതാം കേസുകൂടെ എന്ന സിനിമ നടക്കുമ്പോൾ തന്നെ അതിന്റെ പാരലായി നടക്കുന്ന ഒരു സ്റ്റോറിയാണിത്. പക്ഷേ ഇത് രണ്ട് ടൈം ലൈൻ എന്ന് പറയാൻ പറ്റുമോ? ട്രെയിലർ കാണുമ്പോൾ എനിക്ക് വേണം ഒന്ന് കുറച്ചും കൂടെ ഒരു 50s 60s, പിന്നെ ഒന്ന് കുറച്ചും കൂടെ 80s 90s, അങ്ങനെ രണ്ട് ടൈം ലൈൻ ഉള്ള പോലെ. മൂന്ന് ടൈം ലൈനിലാണ് കഥ പറയുന്നത്. മൂന്ന് ടൈം ലൈനിലാണ് ഒരു കഥ 3 ടൈം ലൈനിൽ പറയുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ഭ്രാന്തായി അല്ല, ഇത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോലെ എന്നൊക്കെ ചോദിക്കും, ഇതാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്തിനു ചോദിച്ചാൽ അവന് ഭ്രാന്താന്ന് വേറൊന്നുമില്ല. അത് 3 കാലഘട്ടത്തിലായിട്ട് ഷൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഒരു കഥ 3 കാലഘട്ടം കണ്ടിന്യൂസ് ആയി നടക്കുന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് 1960-ലാണെങ്കിൽ ഇന്റർവ്യൂ നടക്കുന്നത് 1990-ലാണ്. വീട് തിരിച്ചു പോകുമ്പോഴേക്കും 2022. സോ നടക്കുന്ന പ്രോസസ് ഒറ്റൊന്നാണ്. അപ്പൊ ഈ കാലം മാറുന്നത് കൊണ്ട് ഈ ഇൻസിഡന്റുകൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, മീൻസ് എന്ത് മാറ്റങ്ങൾ സംഭവം ഒന്നേ ഉള്ളൂ. നിങ്ങൾ വന്ന് ഇന്റർവ്യൂ ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഏത് തരത്തിലായിരിക്കും അവിടെ ഹ്യൂമറുകളൊക്കെ വർക്ക് ചെയ്യുന്നത്? വേറൊരു തരത്തിലായിരിക്കും. 90-ലായിരുന്നെങ്കിൽ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നിരിക്കും, അല്ലെങ്കിൽ 60-ലെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നിരിക്കും, അത് കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു കഥ 3 കാലഘട്ടത്തിൽ പറയുന്നു, രണ്ടുപേരുടെയും പ്രണയകഥ. അല്ല, ഇതിൽ തന്നെ എനിക്കാണ് രതീഷ് ചേട്ടൻ എന്റെ മുമ്പിലൊരു ഇന്റർവ്യൂവില് പൈങ്കിളി എന്നുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു അടിപൊളിയായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചത്. കാരണം നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ അത് നമുക്ക് ഇഷ്ടമാണെന്ന് സമ്മതിക്കുമ്പോൾ നമ്മളതിനെ കുറച്ച് കളിയാക്കുമല്ലോ. ആ ഒരു സോണിലല്ലേ പൈങ്കിളി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഫിലിം എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, ഇതിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് എൻ്റെ മുന്നേ ഉണ്ടായ 3 സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആണ് ഈ പടത്തിനുള്ളത്. ഇതിന് ഏറ്റവും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 പടങ്ങളിലേക്കാൾ ക്വർക്കിനെസ് എനിക്ക് തോന്നുന്നു ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പൊ ബാക്കി പടങ്ങളിലെ ക്വർക്കിനെസ് ഇഷ്ടപ്പെട്ടവർക്ക് ഈ പടം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷ. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പടവും. ബാക്കിയെല്ലാം കണ്ടറിയാം. രതീഷേട്ടന്റെ സിനിമ എഴുത്തിലല്ല, അല്ലാത്ത കാര്യത്തില് ലൈഫത്തെ തമാശകളൊക്കെ കുറച്ച് ക്വർക്കിയാണോ രതീഷേട്ടൻ? ഒരു സെൻസ് ഓഫ് ഹ്യൂമർ തന്നെ. എനിക്ക് അതിന്റെ എക്സാമ്പിൾ അയ്യോ, അങ്ങനല്ല. രതീഷേട്ടൻ കാണുന്ന കാഴ്ച അങ്ങനെയാ. അപ്പൊ ഏത് കാര്യത്തിനോടും മറ്റേ അങ്ങോട്ടൊരു റെസ്പോൺസ് അങ്ങനെയായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഡയലോഗായിരിക്കും ഒരു കാര്യത്തിനോടുള്ള റെസ്പോൺസ്. അത് എല്ലാറ്റിലും ഉണ്ട്. അതങ്ങനെ ഉദാഹരണമായിട്ട് എടുത്ത് പറയാനല്ല, അങ്ങനെ തന്നെയാണ് എല്ലാറ്റിനോടും റെസ്പോണ്ട് ചെയ്യുന്നത്. അതിലുണ്ട് ആ ഹ്യൂമർ. അതിനിപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പെട്ടുപോകും ഞാൻ. എല്ലാം അങ്ങനെയാണ് എനിക്ക്. അല്ല, അപ്പൊ എഴുത്ത് വായിക്കുമ്പോ ഇപ്പൊ രതീഷേട്ടൻ എന്താ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഏകദേശം അത് രതീഷേട്ടൻ ചിരിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് ഈ കോമഡി സീൻസ് എഴുതുന്നത് അല്ലെ? രതീഷേട്ടൻ ചിരിച്ചാലേ അത് നല്ല സീനാവുള്ളൂ എന്നാണ് ദാറ്റ്സ് എ ബിലീഫ് അല്ലെ? അപ്പോ അത് ആദ്യമായിട്ട് ഒരു ഐഡിയ ആയിട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ ആ കോമഡി സീൻസ് വായിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? ഈ ശരിക്കും കാണുന്ന പോലെ തന്നെയാണോ, സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ ഒരു ആസ് എ ഫസ്റ്റ് റീഡർ? ഇല്ല, നമുക്ക് എനിക്കത് പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ കഥ കേൾക്കുന്നത് പോയിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മളെ ഇപ്പോൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ്. നമ്മൾ അവിടുന്ന് ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുമ്പോൾ എനിക്കതിൻ്റെ എൻ്റെ പോർഷൻ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ കഥയിലുള്ള എൻ്റെ പോർഷൻ മാത്രമേ. എനിക്ക് ആ ഹ്യൂമർ പിന്നെ അന്ന് വൈകുന്നേരം വരെ ഞാൻ അത് ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സീൻസ് ഓർമ്മ വെച്ചിട്ട് സീനായിട്ട് ഓർമ്മ വെക്കണ്ട. അത് ആ അപ്രോച്ച് ഉണ്ടല്ലോ ഒരു കാര്യത്തിന്, നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നൊക്കെയുള്ള കാര്യം.
ഈ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പം വരിക വന്നിട്ട് അവനെ കൊല്ലാൻ നടക്കുന്ന ഒരാളാണ് നിന്റെ ക്യാരക്ടർ. നിന്റെ അച്ഛൻ പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് ആൾക്കാരെ അടിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽമെറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അതാണോ എന്നുള്ള സംശയം തോന്നിയിട്ടുള്ള അതാണ് നീ. വളരെ സീരിയസ് ആയിട്ട് ഇതിലൊരു അതിൽ തമാശയില്ല. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ കേൾക്കുകയും ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് മനസ്സിലായത് എന്താ അതുണ്ടാവുക അതങ്ങനെ. അല്ല, പക്ഷെ രതീഷേട്ടൻ ചിരിക്കണ തമാശയും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ സാധാരണ പറഞ്ഞ തമാശയിലേക്ക് ചിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ജോക്സ് ഞാൻ പറഞ്ഞ ജോക്സിൽ ചിരിക്കാറുള്ളൂ. ജോക്സ് മാത്രമേ. ആദ്യം ഞാൻ ചിരിക്കും. അപ്പൊ എനിക്ക് രതീഷേട്ടൻ ഇഷ്ടപ്പെട്ടാൽ മതി. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ആദ്യം ഞാൻ ചിരിക്കും, എന്നിട്ട് ഒരു ജോക്ക് പറയും, എന്നിട്ട് എപ്പോൾ നിങ്ങളൊക്കെ ചിരിക്കും, ആ ചിരിയിൽ ഞാൻ എൻജോയ് ചെയ്യും. അപ്പൊ ശരിയല്ലേ രതീഷേട്ടന്റെ സെൻസ് ഓഫ് ഹ്യൂമർ അടിപൊളിയാണല്ലോ. നല്ലതാണ്. ഞാൻ അതല്ലേ ഞാൻ പറയുന്നത്. അതും മനസ്സിലായില്ല. അതല്ല, അപ്പൊ രതീഷേട്ടൻ ഇതിന്റെ ട്രെയിലറിൽ തന്നെ ഉണ്ടല്ലോ, രാജേഷേട്ടന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് അല്ലെ, ഞാൻ എന്റെ ബാക്ക് സ്റ്റോറി പറയില്ല. അത് ശരിക്കും സിനിമയിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഇല്ലായ്മയാണോ, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ജസ്റ്റ് ഒരു സീനിലൊരു ജോക്കാണോ? ഒരു ഫ്ലാഷ് ബാക്ക് ഇല്ലായ്മയാണത്. അതെന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പൊ ഈ കൊല്ലം ഇറങ്ങിയത് തന്നെ ഒരുമാതിരി എല്ലാ ഹിറ്റായ സിനിമയിലും ഒരു എഫേർട്ട് ഉള്ള പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഫ്ലാഷ് ബാക്ക് ഏകദേശം മനസ്സിലായാൽ മതി എന്ന്. ഇപ്പൊ ആവേശമാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും നമുക്കറിയാം എന്തോ അവരുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. അത് എക്സാക്ട് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിപ്പോ, അല്ലെങ്കിൽ അതൊരു ബോറായി ക്ലീഷയായി അങ്ങനത്തെ ഒരു തോന്നലുണ്ടോ? ഇല്ല, അത് മുന്നേ സംഭവിച്ചത് ഫ്ലാഷ് ബാക്കിൽ സംഭവിച്ചത് ഫ്ലാഷ് ബാക്കിന് ശേഷം പറയുന്ന കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ബാക്കിൽ അത് പറയണം. അത് മുന്നോട്ട് പോവാൻ ഉള്ള എനർജി ഒന്നും തരുന്നില്ല. ഫ്ലാഷ് ബാക്ക് എന്ന ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കാതിരിക്കുന്ന നല്ലത്. പിന്നെ എന്ത് പറഞ്ഞാലും കഥക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്ന് പറയുന്നെങ്കിൽ അതിനെ കുറിച്ച് മിണ്ടായിരിക്കുന്നത് നല്ലത്. ഇതുപോലെ ഫ്ലാഷ് ബാക്കിൽ കൊന്നാലും പറയില്ല എന്ന് പറയുന്നതാണ് നല്ലത്. ഇനിയിപ്പോ എന്റെ ഫ്ലാഷ് ബാക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് ചോദിച്ചാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൊന്നാലും ബാക്ക് സ്റ്റോറി പറയില്ല. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഭയങ്കര അടമണ്ട അയാള്. പറഞ്ഞാ അയാള് ബാക്ക് സ്റ്റോറി പറയില്ല. ഉത്തരം ആദ്യമേ പറഞ്ഞ് തീർക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും പിന്നെപ്പെങ്കിലും പറയാതെ ബാക്ക് സ്റ്റോറി. അപ്പൊ കാണുമ്പോ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടേക്ക്. വേറെ കാര്യം കൊന്നാലും എന്റെ ബാക്ക് സ്റ്റോറി പറയില്ല, വേണമെങ്കിൽ അടുത്ത പാർട്ടിൽ പറയാന്നാ പറയുന്നത്. അപ്പൊ രതീഷേട്ടന്റെ ഈ ക്യാരക്ടറിന്റെ ബ്രീഫ് എന്തായിരുന്നു? ബ്രീഫ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ. കാണാൻ പറഞ്ഞേ. ഞാൻ പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് വിടുന്ന പേര് അതിൽ 2 ക്യാരക്ടർ ഉണ്ട്. അവർ വെച്ച സിനിമ നീ ഒന്ന് പടം ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ ആ ക്യാരക്ടർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ. സ്റ്റോറി ഓഫ് കോഴ്സ്. പിന്നെ ഈ കഥ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വായിക്കുന്നുണ്ട് നമ്മള് കൂടെ. 5 പേജ് 10 പേജായിട്ട് ഓരോരോ തവണ ഓരോരോ ദിവസം രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു 5 പേജൊക്കെ സ്ക്രിപ്റ്റ് കിട്ടും. അതിങ്ങനെ വായിച്ച് നമ്മളിങ്ങനെ. പിന്നെ ഞാൻ അധികം അതിനെ കുറിച്ചിട്ട് അങ്ങനെ ബോധമായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ്. അതെ, എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് അറിയായിരുന്നു. അല്ല, പക്ഷെ ഇത് എപ്പോഴാണ് രതീഷേട്ടന് തോന്നിയത് ഇതിനൊരു സ്പിൻ ഓഫ് നമുക്ക് 100% നമുക്ക് ഒരു സ്പിൻ ഓഫ് ആയിട്ട്? അത് ഈ ക്യാരക്ടേഴ്സിനെ എന്താണ് ആൾക്കാർ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞു പടം സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ അത്ര തന്നെ സെലിബ്രേഷൻ സുരേഷനും സുമലതക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ തന്നെ പിന്നെ അതിനൊരു പോസിബിലിറ്റി ഓൾറെഡി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും വേണ്ട. മീൻസ് അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാനല്ല, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സിനിമ സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് വെച്ചൊരു ഇവരെ വെച്ച് എടുക്കാനുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓഡിയൻസും എക്സ്പെക്ട് ചെയ്യുന്നത്. മീൻസ് അത് അതിനകത്തുള്ള ഒരു എക്സ്റ്റൻഷൻ ആണെന്നല്ല വിചാരിക്കുക അല്ലെ? അതിനകത്തുള്ള ഒരു കോടതി സീൻ ആണ്. അല്ല, അതാണല്ലോ പറഞ്ഞത്. ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടിയത്, അത് വേറൊരു കഥയാണ്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ല ഇത്. അതാ പറഞ്ഞ അതിന്റെ പാരലായിട്ട് നടക്കുന്ന വേറൊരു കഥയാണ്. അതിനകത്ത് എന്നാത്താം കേസ് വീട്ടിൽ സുരേശൻ അതിഥിതാരമായിരുന്നെങ്കിൽ ഇതിനകത്ത് ചാക്കോച്ചൻ അതിഥിതാരമാണ്. അപ്പൊ ഒരേ സമയം നടക്കുന്ന 2 കഥകളാണ് അത്. അപ്പൊ ചാക്കോച്ചൻ എത്രത്തോളം ഇതില് ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്നുള്ള ഇപ്പൊ പറയാൻ പറ്റുമോ? ചാക്കോച്ചൻ നല്ല ഇമ്പോർട്ടൻസ്.
ചാക്കോച്ചന് എന്നാത്താം കേസുകളിൽ സുമലതയുടെ എന്താണ് മൊഴിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നോ അത്ര ഇമ്പോർട്ടൻസ് ഇതിൽ ചാക്കോച്ചന്റെ പ്രസൻസിലുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ കോൺട്രിയിലത്തെ ആ സീൻ ഉണ്ടല്ലോ, ആ സീൻ തന്നെ എന്താ പറയാ, അതാണ് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ളതെന്ന് പറഞ്ഞ ആ ഡയലോഗ് തന്നെ എത്ര ആ സെറ്റിൽ വന്നു കഴിഞ്ഞിട്ട് എത്രത്തോളം മാറിയിട്ടുണ്ടാവും? അത് ഏകദേശം രതീഷേട്ടൻ ഇംപ്രോവൈസേഷൻ സ്പേസ് തരുന്ന ഒരു ഡയറക്ടറാണോ, അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ട് ഏകദേശം അതുപോലെ പറഞ്ഞാൽ മതി അങ്ങനത്തെ ഒരു ഡയറക്ടറാണോ? എഴുത്ത് ഡയലോഗൊക്കെ ഉണ്ടാവും. അത് പിന്നെ അത് അങ്ങനെയാണ്, ആ സ്ട്രക്ചറിലാണ് ആ ഡയലോഗൊക്കെ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ രീതിയിൽ അതിനെ പിന്നെ ഡെലിവർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ തരും. ഇതിലൊക്കെ പിന്നെ എന്താ ഈ ശൈലിയൊക്കെ ഓൾറെഡി സെറ്റാണ്. പിന്നെ നമ്മളുടെ എന്തെങ്കിലും ഇപ്പം ചിത്രയുടെയൊക്കെ സംസാര രീതി ഒരു അതിൽ നിന്ന് എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് വന്നാലാണ് ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ആക്ച്വലി ഞാൻ അതിൻ്റെ ആദ്യം മുതലേ പ്രീ പ്രൊഡക്ഷൻ മുതൽ ഞാൻ സിനിമയുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലെ ആളാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം എടുക്കാം, ഞാനിങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെയുള്ള ഇതൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കേണ്ടി വരില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ചിരിക്ക് എന്നൊക്കെയുള്ള ഒരു എക്സ്ട്രാ സാധനങ്ങളൊക്കെ രതീഷേട്ടൻ പറയും. അത് അപ്പം നമുക്ക് മറ്റേ ആ ചിരിക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് സിനിമയിൽ അങ്ങനെയായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലെടുത്താണ് മറ്റേ അത് കുറേ റിയാക്ഷൻസ് ഒരുമിച്ച് എടുക്കുക, അതിൻ്റെ കൂട്ടത്തിലെടുത്താ. പക്ഷെ അത് പ്ലേസ് ചെയ്ത സ്ഥലമാണ് അതിൻ്റെ സ്ഥലം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. എനിക്ക് ഇംപ്രവൈസ് ചെയ്യാം, പക്ഷെ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ടുള്ള ഇംപ്രവൈസേഷനാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിറ്ററേച്ചർ, ആ ഡയലോഗിലൊരു ലിറ്ററേച്ചറിൻ്റെ ഒരു ഇത് ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിം കിടന്ന് കളിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് ആ വേർഡ് പ്ലേ അതിനങ്ങ് മാറ്റാൻ പറ്റില്ല, അത് അവിടെ നിൽക്കണം. പക്ഷെ നമുക്ക് ഈ പുതിയ ആക്ടേഴ്സിനൊക്കെ ഭയങ്കര ഫ്രീഡം ഉണ്ട്. ആക്ച്വലി ഫ്രീഡം ഒരുപാട് കൊടുക്കുന്ന, ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഫ്രീഡം ഞാൻ എപ്പോഴും സത്യതാണ്. ഞാൻ പിന്നെ കുറച്ച് അനങ്ങരുത് പറയാനുള്ള ഫ്രീഡം നന്നായി കൊടുക്കുന്ന ഒരു സംവിധായകനാണ് ഞാൻ. അതെങ്ങനെയാ പറയാനുള്ള സത്യം അത് ദീപ്തിയായിരിക്കും. അതല്ല, ഇപ്പൊ കേസുകൂടിന് മുമ്പ് രതീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എനിക്കാണ് ഒരു ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റഫായിട്ട് ഒരു ഹാൻഡി ക്യാമിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഒരു പോലെ ഒരു റഫായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓഫ്കോഴ്സ് ഇതിന് ചിലപ്പോൾ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ സമയത്ത് കിട്ടിയത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം പോലെ എടുത്തത് ഈ സിനിമയുടെ വേൾഡിനും ഉപയോഗമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? കാരണം ഈ സിനിമക്ക് അത് അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടില്ല. ആ സിനിമക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ എല്ലാ സിനിമക്കും ചെയ്യുന്നത് ഹെൽപ്ഫുള്ളാണ്. ആ സിനിമക്ക് ചെയ്ത് ആ സിനിമയെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. അത് എല്ലാ സിനിമക്കും ചെയ്യുന്നത് ശരിക്കും തന്നെ ഹെൽപ്ഫുൾ ആണ് അതത് സിനിമക്ക്. അല്ല, എല്ലാത്തിനും ആവശ്യമില്ല. നമുക്ക് അങ്ങനെ എല്ലാത്തിലും ചെയ്യാനുള്ള ഇതില്ല. ഇതിനകത്ത് ഒരു 100ഓളം ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് അത്രയും മോക്ക് ഷൂട്ട് പോസിബിൾ അല്ല. മറ്റേ പടത്തിനകത്ത് കുറച്ച് കുറവായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിനകത്ത് 100ഓളം പുതിയ ആൾക്കാർ ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കൂടുതലാണ്, നമ്പർ ഓഫ് ലൊക്കേഷൻ കൂടുതലാണ്. അപ്പോൾ അത് അത്ര ഈസി അല്ലായിരുന്നു അത് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ചെയ്തില്ല. അത് നല്ല പണിയാണ്. ഒരു സിനിമ മൊത്തം ചെയ്തിരുന്നു അന്ന് അല്ലേ, ഓൾമോസ്റ്റ് അത്രയും എഫേർട്ട് ഉണ്ട്. കുറച്ച് ദിവസം എഫേർട്ട് എടുത്തുള്ളൂ. അതായത് സിനിമ 50 ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് തീർന്നു. അത്രേ ഉള്ളൂ. നമ്മൾ ചില മിസ്റ്റേക്കുകളെ നമുക്ക് മനസ്സിലാവുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇത് സിനിമ ചെയ്യുമ്പോൾ കഥ മനസ്സിലാവുന്ന രീതിയിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. പക്ഷെ അതർവൈസ് ഷൂട്ട് ചെയ്യുന്ന, അഭിനയിക്കുന്നതും ഡയറക്റ്റ് ചെയ്യുന്ന എഫർട്ടൊക്കെ എല്ലാം ഒന്ന് തന്നെ. പക്ഷേ രതീഷേട്ടൻ ഇപ്പൊ തന്നെ ഇപ്പോൾ ഈ സെറ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഇതിൽ ആക്ട് ചെയ്ത എല്ലാവർക്കും എന്നത്തെ കേസോട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ രതീഷേട്ടൻ്റെ സ്റ്റൈല് ആസ് എ വീഡിയോ ഓഡിയൻസ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി, ക്രൂവിലെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ സ്റ്റൈല് മനസ്സിലായി കഴിഞ്ഞിട്ട് ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയുമ്പോൾ കുറേം കൂടി ഇപ്പോൾ ഈസി ആയോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അത്ര പ്രോസസ് എളുപ്പമാണെന്ന് തോന്നിയിട്ടില്ല. അത് പ്രധാനമായും ഒന്ന് ഓരോന്നിലും മാറുന്നതുകൊണ്ടാണ്. അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. ചിലതിലിപ്പം വായനയിൽ തന്നെ പൂർണ്ണമായും മനസ്സിലാവും, അതിൻ്റെ മേലെ ഒന്നും ചെയ്യാനുണ്ടാവില്ല.
ചിലതിൽ വായനയിൽ കിട്ടിയ ഹ്യൂമർ മാത്രം പോരാ, അത് കിട്ടണമെങ്കിൽ വേറെ 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 സാധനങ്ങളിലൂടെ അതിൽ സപ്പോർട്ട് കൊടുക്കണം. അത് ബാക്ക് ഡ്രോപ്പ് അടക്കം ഉണ്ടാവും, ബാക്ക് ഡ്രോപ്പ് പാസിംഗ് അടക്കം ഉണ്ടാവും. അത് നമ്മൾ ഇമാജിൻ ചെയ്തൊരു സാധനമായിരിക്കും. അത് വായനയിൽ കിട്ടണമെന്നില്ല. വായനയിൽ ആ ഫസ്റ്റ് ലെയർ ഹ്യൂമർ കിട്ടുന്നുണ്ടാവും, അതിൻ്റെ അടുത്ത ലെയർ കിട്ടണമെങ്കിലും അത് എക്സിക്യൂഷൻ്റെ സമയത്ത് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അത് ആ സമയത്ത് ഇംപ്രവൈസ് ചെയ്യുന്ന ചില സാധനങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാവരെയും മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു സമയം നമുക്ക് ഉണ്ടാവില്ല. അവിടെയാണ് നമ്മൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ അവിടെയാണ് നമുക്ക് എന്താണ് പറയുന്നത്, കൺട്രോൾ ഇടേണ്ടി വരുന്നത്. അത് ചെയ്താൽ മതി. അത് മീൻസ് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. ഞാൻ കാണുന്നുണ്ട് അത്. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയോറിറ്റി വെക്കുന്നത്. മീൻസ് പെട്ടെന്ന് കൺഫ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടെ കൺഫ്യൂഷനില്ല, പറഞ്ഞു മനസ്സിലായില്ല, അതിനുള്ളൊരു സമയം ഉണ്ടാവില്ല. അപ്പൊ 4 പേര് മനസ്സിലായിട്ടുണ്ടാവും, ഒരാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർ ചെയ്യുന്നത് ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുക. അത് ഭയങ്കര ഈസിയാണ് പരിപാടി. അല്ല, അതുപോലെ തന്നെ ഇപ്പോൾ എന്നാത്താൻ കേസോട് ഒന്നും കൂടെ കാണുമ്പോൾ അത് ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനത്തെ ചെയ്യണ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ MLA-ന്റെ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിക്കാൻ തോന്നും. അതിലത്തെ കുറെ പ്രോപ്സും ആ അക്വേറിയും ഒരു ടേസ്റ്റ് ഇല്ലായ്മ എന്താന്ന് വെച്ചാൽ വാട്ട് എവർ യു വാണ്ട് ടു കോൾ ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രതീഷ് ചേട്ടൻ ഏത് സ്റ്റേജിലാണ് പ്രിപ്പയർ ആണ്? കാരണം രതീഷ് ചേട്ടൻ എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ ഉണ്ടാവുന്ന ഐഡിയാസ് ആയിരിക്കില്ല, ബിക്കോസ് യു ഹാവ് വർക്ക്ഡ് ആസ് എ പ്രൊഡക്ഷൻ ഡിസൈനർ. അല്ലെങ്കിൽ രതീഷ് ചേട്ടന് ഇപ്പോൾ ഒരു ഫുൾ ട്രസ്റ്റ് ആണോ? അപ്പോൾ രതീഷ് ചേട്ടൻ്റെ ആ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് അതിൽ ഇൻവോൾവ് ആവാണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ രതീഷ് ചേട്ടന് ഇങ്ങനത്തെ വരുന്ന ഐഡിയാസ് ഒക്കെ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടാവാറ്? സ്ക്രിപ്റ്റിൽ പ്രൊഡക്ഷൻ ഡിസൈൻ ഞാൻ അധികം ഇൻവോൾവ് ആകാറില്ല. കാരണം എനിക്ക് അതിനകത്ത് ലേറ്റർ സ്റ്റേജിൽ ഇംപ്രവൈസ് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അതിനകത്ത് കിട്ടാൻ സാധ്യതയുള്ള ഹ്യൂമറോ ഇമോഷനൊക്കെ എഴുത്ത് കഴിഞ്ഞാൽ, സെറ്റിലല്ല, മീൻസ് കൺസ്ട്രക്ഷൻ ടൈമിലാണ് പറയുന്നത്. എഴുത്ത് കഴിഞ്ഞ് പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ പ്രൊഡക്ഷൻ ഡിസൈൻ തീരുമാനിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഓരോ വീടിൻ്റെയും ലൊക്കേഷൻ്റെയും ബ്രീഫുകളിൽ വരേണ്ട ക്വർക്കിനെസ് അപ്പോഴാണ് ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ പിറകിൽ ചിന്തിക്കാനുള്ള ഒരു സമയം, അതിൻ്റെ പോസിബിലിറ്റി ചിന്തിക്കാനുള്ള ഒരു സമയം. എഴുത്തിൻ്റെ സമയത്ത് അത് ആലോചിക്കാറില്ല. ഒരു സെക്കൻഡ് ലെയർ സപ്പോർട്ടായി കിട്ടുന്ന സാധനങ്ങളാണല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ അക്വേറിയോ അല്ലെങ്കിൽ എന്താണ് കള്ളിമുള്ളോ എല്ലാവരും കാണുന്നില്ല. അപ്പോൾ ചിലവർ കാണുന്നവർക്കുള്ളതിൽ കുറച്ച് എഫേർട്ട് ലേറ്റർ ഇടുന്നു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ രാജേഷിൻ്റെ അടുത്ത് കാമിനിയുടെ സമയത്ത് തന്നെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാണ് അപ്പോൾ എനിക്ക് പേരറിയില്ല, പക്ഷേ ആ പുള്ളി അടിപൊളിയാണെന്നുള്ള രീതിയിലാണ് അന്ന് തന്നെ സംസാരിച്ചത്. അപ്പോൾ ആസ് ആൻ ആക്ടർ ഹൗ ഡു യു സീ ഹിസ് ജേർണി? ആ സമയം തൊട്ട് ഇപ്പോൾ ഈസ് ലീഡിങ് ഹിസ് ഓൺ ഫിലിം അല്ലേ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടർ. നമ്മൾ ഒരിക്കലും ആ ഒരു സീനിൽ രാജേഷ് ചേട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ 100% we are looking at him also. We are focused on what he is saying, what he is doing. Main role അല്ലെങ്കിലും. അപ്പോൾ ആസ് ആൻ ആക്ടർ ഹൗ ഡു യു ട്രേസ് ഹിസ് ജേർണി? അല്ലേ, ഈസ് യുവർ ഗൈ അല്ലേ? രാജേഷ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് ജേണി നമുക്ക് ഇങ്ങനെ കാണാതിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ കൂടെ ഇപ്പം 3-4 പടമായിട്ടുള്ളൂ, ബാക്കി കുറേ ആളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ 4 പടങ്ങളിലും ഞാൻ കാണുന്നത് ആദ്യം കണ്ട രാജേഷ് തന്നെ. മീൻസ് അഭിനയം ഓൾറെഡി രാജേഷ് എന്താണ് പറയുക, കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് രാജേഷ് സിനിമ ഞാൻ കാണുന്ന രാജേഷ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് പോളിഷിങ്ങോ അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഒക്കെ രാജേഷ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ജേണി എന്ന് പറയുന്നത് രാജേഷ് ഇനി ഡിസൈഡ് ചെയ്യേണ്ടതാണ്. രാജേഷ് ഇപ്പോൾ പടം ഡയറക്റ്റ് ആണ്. അപ്പം ജേണി എന്നുള്ളത് അത് ഇപ്പോഴത്തെ നിലയിൽ രാജേഷ് വളരെ നല്ല ആക്ടറാണ്, വളരെ നല്ല ഡയറക്ടറാണ്, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഈ മുന്നോട്ടുള്ള ഇതിലും രാജേഷ് തീർച്ചയായും നല്ലൊരു ആക്ടറും ഇത് തന്നെയായിരിക്കും. പക്ഷെ അത് രാജേഷ് തിരഞ്ഞെടുക്കുന്ന ജേണിയുടെ ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഫോർമലായിട്ട് പറഞ്ഞു, അല്ലാണ്ടപ്പോ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാ. എന്നോട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ഇത് കരയിപ്പിക്കൽ വിഷയമാണെന്നാ പറയുന്നത്. ഇങ്ങനെ നല്ല മിനിഞ്ഞാന്ന് പറഞ്ഞ എനിക്ക് എൻ്റെ പേഴ്സണലി പറയുമ്പം ഞാനിങ്ങനെ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിൻ്റെ കുറച്ച് ടെക്നിക്കും പരിപാടികളൊക്കെ അറിയാം. തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അക്കാദമിക്കായിട്ട് ഒന്നും പഠനമൊന്നും അറിയില്ല. സൺഡേ തിയേറ്റർ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അറിയാം. പക്ഷേ നമ്മളെ ഇങ്ങനെ എനിക്കിത് പറ്റും എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അതിനെ പുഷ് ചെയ്യണം, അതിനെ
അങ്ങനെ എനിക്ക് മറ്റേ ചേട്ടൻ തന്നെ ഓരോ സിനിമയിലും ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. ഇതോടുകൂടി ഞാൻ മനസ്സിലാക്കി ഇതിൽ തീർന്നു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് എല്ലാ സിനിമയിലും. ഞാനിപ്പം 5 സിനിമയായി രതീഷേട്ടനോട്, 4 സിനിമ രതീഷേട്ടൻ്റെ സിനിമകളും പിന്നെ ഒന്ന് മദനോത്സവം രതീഷേട്ടൻ എഴുതിയ സിനിമയും. അതിലും എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. വൈൽഡ് ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ രതീഷേട്ടൻ പിന്നെ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ ആലോചിച്ചിട്ടൊരു ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പിന്നെ നല്ലോണം പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് കുഴപ്പമില്ല. ഇത് വേറൊരു കാര്യം, ഇപ്പോൾ ഞാൻ രാജേഷ് ചേട്ടൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ പറഞ്ഞു, അഫ്കോഴ്സ് ആ കാസർഗോഡിൻ്റെ ഇൻഫ്ലുവൻസും രാജേഷ് ചേട്ടൻ കണ്ടു വളർന്ന കാര്യങ്ങളും ആ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞ കാര്യങ്ങളും അല്ലേ, ഇതൊക്കെ ഒരു ടോട്ടലി വേറെ മറ്റേ കേരളത്തിൽ തന്നെ വേറെ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ വേറെ ടൈപ്പ് അപ്ബ്രിങ്ങിങ്ങും വേറെ ടൈപ്പ് ഒരു ലേണിംഗ് ആയിരിക്കില്ല ഉണ്ടായിട്ടുണ്ടാവും ആ സമയത്ത്. അതല്ലാണ്ട് രാജേഷ് ചേട്ടൻ്റെ ഒരു പെർഫോം ചെയ്യിപ്പിക്കുമ്പോൾ ആ ബോഡി ലാംഗ്വേജിലും ആ പെർഫോം ചെയ്യുന്ന രീതിയിലും റിയാക്ഷൻസ് ഇടുന്ന രീതിയിലും ഒരു അതേ ഡിഫറൻസ് തോന്നാറുണ്ടോ കമ്പയർഡ് ടു ലെറ്റ്സ് സേ ദി അതർ ആക്ടേഴ്സ് വി സീൻ ഫ്രം അതർ ഏരിയാസ്? ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ എപ്പോഴും കാസർഗോഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആക്സെൻറ്റിനെ പറ്റി മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ. വേറെ കാര്യങ്ങളിൽ എസ്പെഷ്യലി ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ആ ഒരു യൂണിക്നെസ് കിട്ടാറുണ്ടോ? ഉണ്ട്. അത് ഓരോ സ്ഥലത്തുള്ള ആൾക്കാരുടെ ഓരോ ബിഹേവിയർ വെറും ലാംഗ്വേജിൽ മാത്രമല്ല, അവരുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ കാസ്റ്റ് ഇപ്പം രാജേഷിനോട് നമ്മൾ ബ്രീഫ് ചെയ്യുമ്പം രാജേഷ് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ചെയ്യാൻ പറയാറുള്ളൂ. എല്ലാ ആക്ടേഴ്സിനോടും അങ്ങനെ പറയാറുള്ളൂ രാജേഷ് അല്ല. നമ്മളിപ്പോൾ ഡയലോഗ് അവിടെ പോയി വാ എന്ന് പറയണ അത് പറയണമെന്നേ ഉള്ളൂ. അത് പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങളുടെ മകനോട് പറയുന്ന പോലെ വാ പറയുക. അയാളെ കാസ്റ്റ് ചെയ്തത് അയാൾ ആ പറയുന്നതിലുള്ള സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അയാളെ കാസ്റ്റ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായി? അയാൾ അതിനകത്ത് ഒന്നും തന്നെ അഭിനയിക്കരുത്. അഭിനയിച്ചാൽ പിന്നെ നമ്മൾ അയാളെ കാസ്റ്റ് ചെയ്യുന്നത് അയാൾ എങ്ങനെയായിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ അത്രയും എല്ലാവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ രാജേഷിനെ കാസ്റ്റ് ചെയ്യുമ്പോഴും രാജേഷ് നമുക്ക് തരേണ്ടത് മാക്സിമം രാജേഷായി നിന്നിട്ട് ആ സാധനം ഉണ്ടല്ലോ, എങ്കിലേ എനിക്ക് അതിനകത്ത് ഹ്യൂമർ കിട്ടത്തുള്ളൂ, എനിക്ക് ഫൺ കിട്ടത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ വേറൊരു ഇൻഫർമേഷൻ കൊടുത്ത് വേറെ തരത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ എഴുതിയ പോലുള്ള സാധനമായിരിക്കില്ല കിട്ടുക. അപ്പോൾ നമ്മൾ ഇവരെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ടൂളായിട്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത്. കഴിയുന്നത് അവരെ മാറ്റാതിരിക്കണം. നമ്മൾ ഉളി അത് മരം വെട്ടാൻ തന്നെ ഉപയോഗിക്കണം, അതിന് വേറെ പരിപാടിക്കൊന്നും കൊണ്ടുപോകരുത്. അവരുടെ കംഫർട്ട് സോണിൽ തന്നെ അവരെ ഉപയോഗിക്കണം. അപ്പോൾ അവരുടെ ലാംഗ്വേജ് ആയാലും അവരുടെ എക്സ്പ്രഷൻ ആയാലും അവരുടെ നാറ്റിവിറ്റി ആയാലും എല്ലാം അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നത്, അവർക്ക് ബ്രീഫ് കൊടുക്കുന്നത്. അതാണ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ബ്രീഫ് ചിലപ്പോൾ ബ്രീഫൊക്കെ ചിലപ്പം ലാത്തിയും ഇതൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ വേണ്ടത് നമുക്ക് നീതിയാണ്. ലാത്തി കൊടുക്കുന്നുണ്ട്. ഈ പക്ഷെ ചില ക്യാരക്ടേഴ്സ് നിങ്ങൾ രണ്ടുപേരും കൂടെ എഴുതി സ്ക്രിപ്റ്റ് കയ്യിൽ ഉള്ളപ്പോൾ ഓരോ ആക്ടേഴ്സിനൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരാളെ കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കറക്റ്റ് ഇയാളാണെന്ന് നമുക്ക് തോന്നൽ വരുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണോ? പിന്നെ എക്സൈറ്റ്മെന്റ് ആണ്. അതിനകത്തുള്ള മാക്സിമം പോസിബിലിറ്റി നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ആ മനുഷ്യനെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഷോട്ടുകൾ ഉണ്ടാവും, അതെല്ലാം അയാളെ അനുസരിച്ചിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് മജിസ്ട്രേറ്റ്. തീർച്ചയായിട്ടും മജിസ്ട്രേറ്റ് അതിന്റെ എക്സാമ്പിൾ ആണ്. അതിന് നദാംഗീസോഡിലെ ആൾക്കാരെല്ലാം കനകത്തില് മറ്റേ ഐഡന്റിറ്റി കാർഡ് ചോദിക്കുന്ന ആള്, അത് അയാളുടെ വർത്തമാനം ഇഷ്ടമായിട്ട് അയാളെ ഇഷ്ടം ആണ്. അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞാൽ നല്ല വിറ്റായിരിക്കുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് അയാളെ കൊണ്ട് ഐഡന്റിറ്റി കാർഡ് മറപ്പിച്ചത്. അപ്പൊ ഞാൻ അവസാനമായിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ദിശയുടെ അടുത്ത് പറഞ്ഞത് മാനോത്സവം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എന്തൊരു അടിപൊളി ഫിലിമാണ് അല്ലെ, നമ്പൂതിരി ബ്രദേഴ്സ് ക്യാരക്ടർ, അതുപോലത്തെ ക്യാരക്ടേഴ്സും കോക്കിനെസ്സും ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇനിയും എത്രയോ പേര് കാണേണ്ട സിനിമയാണ് ആ കാര്യം. ഇപ്പോഴും അത് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്, എവിടെയും വന്നിട്ടില്ല. എന്താണ് ഇങ്ങനത്തെ ഒരു മലയാള സിനിമയുടെ മാത്രം പ്രശ്നമാണോ ഇത്? ഇങ്ങനത്തെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട സിനിമ പോലും OTT വരാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, എന്താണ് അതിന്റെ അതിന്റെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല, ശരിക്കും എന്താണെന്ന് അറിയില്ല. പക്ഷെ എല്ലാ സിനിമകളും OTT എത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. നമ്പർ ഓഫ് സിനിമാസ് മലയാള സിനിമയിൽ ഇറങ്ങുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക്
ഉള്ള പ്ലാറ്റ്ഫോമുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം ഇത്ര സിനിമ എടുത്ത് ഏതൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് ഏകദേശം 150ഓളം സിനിമ ബാക്കി വരും. അപ്പൊ അങ്ങനെ 150ഓളം സിനിമകളിൽ പല സിനിമകൾ പെട്ടുകിടക്കണം. അതിൽ ഒന്നാണ് മദനോത്സവം. ഇത് OTT ആൾക്കാർ തിരഞ്ഞെടുക്കുന്നു പറയുന്നത് അവർ പടം കാണുന്നു അല്ലെങ്കിൽ പടത്തെക്കുറിച്ച് കേൾക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ എടുക്കുന്നു, അവർ പറയുന്ന പ്രൈസ് ശരിയാവുകയാണെങ്കിൽ അവർ സംസാരം മുന്നോട്ട്. ഇങ്ങനെയാണല്ലോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇത്. ഒന്ന്, അവിടെ നിന്ന് ഈ സിനിമ കാണുന്ന ആളുടെ സെൻസിബിലിറ്റി പറഞ്ഞ മനസ്സിലായില്ലേ? അത് ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മദനോത്സവം 3 ആഴ്ചയോളം ഞാൻ ഉണ്ടായിരുന്നു തിയേറ്ററിൽ നന്നായിട്ട്. അതിനുശേഷം ഒക്കെയാണ് പടം മീൻസ് താഴോട്ട് പോയി എന്നല്ല, പടം വേറെ പടങ്ങൾ വരുമ്പോൾ നമ്മുടെ തിയേറ്ററുകൾ മാറുമല്ലോ. അപ്പോൾ നമുക്ക് OTT മിക്ക ഒരു സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ 3 മാസമൊക്കെയാണ്. അതിനിടയിൽ ഈ ഏതെങ്കിലും OTT തലപ്പത്തുള്ള ഒരാൾക്ക് ഈ പടം കണ്ട് കൺവിൻസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് വിൽക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇത് ഒരു അവാർഡിന് അയച്ചിട്ട് കിട്ടാത്ത പോലെയാണ്. അവിടെ കമ്മിറ്റിയിൽ ആരാണോ അവരുടെ സെൻസിബിലിറ്റിയാണ് ആ അവാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്വാധീനിച്ചിട്ട് നിങ്ങൾക്ക് അവാർഡ് നേടിയെടുക്കാം, അതുപോലെ സ്വാധീനിച്ചിട്ട് നിങ്ങളുടെ പടങ്ങൾ OTTയിൽ വിൽക്കാം. അതിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ പടങ്ങൾ ഇങ്ങനെ നിൽക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, അവർക്ക് എടുക്കാൻ പറ്റുന്നതിലും ഒരു ഇതുണ്ട്. അപ്പോൾ അവരുടെ സെലക്ഷൻ എന്ന് പറയുന്നതും അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നതും വേറെ ആയിരിക്കാം. ചിലപ്പോൾ സ്റ്റാർ ആയിരിക്കാം, ചിലപ്പോൾ കുറേ കൂടെ പാൻ ഇന്ത്യൻ സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ മലയാളികളുടെ ഒരു ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് ബാക്കി അത്ര പെട്ടെന്ന് ബാക്കി എല്ലാ ആൾക്കാർക്കും ക്ലിക്കാവാത്തൊരു ഹ്യൂമർ സെൻസാണ്. നമ്മൾ വളരെ സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ, ഈ സർക്കാസം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇവനെന്താ അങ്ങനെ സംസാരിച്ചത് ഈ സമയത്ത് എന്ന് അവർ ചോദിക്കും, നമ്മൾ ചിരിക്കും. ഈ ഇന്റർവ്യൂ പോലെ തന്നെ. അതെ. അപ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സാണ് ഒരാളൊരു പടം തിരഞ്ഞെടുക്കുന്നതിന്. അപ്പോൾ ചില പടം കാണുന്നവർ ഈ ബാഡ് റിവ്യൂ ചെയ്യുന്നവരെ പോലെ ഉള്ള ആൾക്കാരായിരിക്കും, ചിലവർ നല്ല റിവ്യൂ ചെയ്യുന്നവരുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ആ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ OTT പടങ്ങൾ വിറ്റുപോകും. ബാക്കിയല്ലാത്ത ഞാൻ പറഞ്ഞ 100-150 പടങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ബാക്കിയായി കിടക്കും, മാക്സിമം അവരെടുക്കുകയാണെങ്കിൽ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മുടെ മലയാളം ഇതിൽ നിന്നുള്ള OTT റവന്യൂ ചിലപ്പോൾ അവർക്ക് കുറവായിരിക്കാം. അതുകൂടെ പടങ്ങൾ ഇവിടുന്ന് കുറച്ചെടുക്കാനുള്ള സാധ്യതകളാവാം. ഫൈനലി ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഫിലിം റിലീസ് ആകുമ്പോൾ അല്ലേ, മലയാള സിനിമയുടെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും നല്ല പീരിയഡ് അല്ലേ, അങ്ങനത്തെ ഒരു ഫേസിൽ റിലീസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ റിലീസ് ചെയ്യണേ. അതെ, തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയ അത്രയും സാധനങ്ങളുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും കാണുമ്പോഴും നമുക്ക് തോന്നിയത് തിയേറ്ററിൽ കാണാനുള്ള, എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബിലും മറ്റും ഇറക്കിയ പാട്ടുകളും അതിൽ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള അത്രയും വിഷ്വൽ ബൊണാൻസ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതെ, അത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മളൊരു ചെറിയ സിനിമയായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു കഥ പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റും. പിന്നെ ഈ തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട് എന്നാണ്. എന്താണ് ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ നല്ല കാലം, അച്ഛേ ദിൻ ആഖിർ ആ ഗയാ ലേക്കിൻ മലയാളം ഫിലിം കോ ആയ ബാക്കി ദേഖ്തേ ഹൈ ക്യാ ഹോഗാ. അപ്പോൾ ഈ അച്ഛേ ദിൻ്റെ ഇടയിൽ ഇത് മനസ്സിലാക്കി എടുക്കുന്നതാണ് തോന്നുന്നത് ഈ ആൾക്കാർ. ഇതൊരു എന്താണ് രാജേഷ് മാധവന്റെ നിന്നും പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള, അതായത് രാജേഷ് മാധവന്റെ ഇതുവരെ കണ്ട സിനിമകൾ, അപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമർ സാധ്യത അത്രയൊക്കെ ലൈറ്റായിട്ട് കാണാൻ പോയാൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും അധികമൊന്നും ആലോചിക്കണ്ട. പുകവലി പാടില്ല, ചൂടുവെള്ളത്ത് കുടിക്കാൻ പാടില്ല, ഇതൊന്നും ഞാൻ പറയുന്നില്ല. പോയി വളരെ സമാധാനമായ ഒരു മനസ്സോടുകൂടി സിനിമ കണ്ട, കഴിയുന്നതും ആദ്യത്തെ 1-2 സിനി ചിരി വരുന്നില്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. ഒന്ന് കണ്ടിരുന്ന ഒരു കടലിൻ്റെ ഷോട്ടൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വെറുതെ ഒന്ന് ചിരിച്ചോ, അത് നല്ലല്ലേ. വെറുതെ പറയേണ്ട ഒന്ന് ടൈറ്റിലൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക. ആദ്യത്തെ ടൈറ്റിൽ കാണുമ്പോൾ, സംവിധായകൻ്റെ പേരൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക.
ചിരിച്ചു കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ല നമുക്ക്. നിങ്ങളൊന്ന് ചിരിച്ചാൽ മതി, ഒരു വെറുതെ ഒന്ന് ചിരിച്ചു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിരിച്ചോ. ബാക്കി നിങ്ങളെ ആ ചിരി നിങ്ങളെ രക്ഷപ്പെടുത്തും, നമ്മളെ രക്ഷപ്പെടുത്തും. Okay, thank you guys. Looking forward to the film. Thank you. ഞാൻ വിളിക്കാം, എപ്പോഴും വിളിക്കണം. ആയിക്കോട്ടെ. കേട്ടോ. Thank you so much. സന്തോഷം. താങ്ക് യു.